വന്ദേ മാതരം 1882 ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്റെ ബംഗദർശൻ എന്ന പത്രത്തിൽ പുറത്തിറക്കിയ ഒരു നോവലായിരുന്നു ആനന്ദമഠം. 1770കളിൽ ഇന്ത്യയിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപത്തെ പ്രമേയമാക്കിയതായിരുന്നു ഈ ആനന്ദമഠം എന്ന നോവൽ. ഈ നോവലിലെ ഒരു കേന്ദ്ര കഥാപാത്രമായിരുന്നു ഭവാനന്ദൻ. ആ കേന്ദ്ര കഥാപാത്രമായ ഭവാനന്ദൻ ആലപിക്കുന്ന ഒരു ശ്ലോകമായിരുന്നു വന്ദേ മാതരം. പിന്നീട് 1896 കോൺഗ്രസിന്റെ റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ഈ വന്ദേ മാതരം ആലപിക്കുന്നു. ഇതോടുകൂടി കോൺഗ്രസ് സമ്മേളനങ്ങളിലൊക്കെ പരക്കെ വന്ദേ മാതരം എന്ന കവിതയിൽ ഈ വാക്കും ശ്രദ്ധ ആകർഷിക്കുകയാണ്. 1905 ഓഗസ്റ്റ് 7 കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ആദ്യ ദേശീയ സമരം അല്ലെങ്കിൽ ബഹുജന സമരം. ഈ സമര കാലഘട്ടത്തിൽ ഏറ്റവും അധികം കോൺഗ്രസുകാരിൽ നിന്ന് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു വന്ദേ മാതരം. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ആദ്യ സമരമായ സ്വദേശി സമരത്തെ വന്ദേ മാതരം പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നത്. അങ്ങ് ബംഗാൾ മുതൽ ഇനി കന്യാകുമാരി വരെ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. അന്ന് ഡിസൈൻ ചെയ്ത പതാകയെ വന്ദേ മാതരം പതാക എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. ആ പതാകയിൽ 8 താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു. വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ തിരഞ്ഞെടുത്തു.